ഹലോ എവ്രിവൺ. ഇന്ന് നമുക്ക് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റത്തെ കുറിച്ച് നോക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇൻഡസ് റിവർ സിസ്റ്റം അതുപോലെ തന്നെ ഗംഗ റിവർ സിസ്റ്റം നോക്കിയതാണ്. ഇനി നമുക്ക് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം ആണ് നോക്കാനുള്ളത്. നോക്കൂ, ലാർജസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഇസ് ബ്രഹ്മപുത്ര. ഓക്കെ, ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഏതായിരുന്നു? ഇൻഡസ് റിവർ ആയിരുന്നു. ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഏതായിരുന്നു? ഗംഗയായിരുന്നു. ലാർജസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഏതാണ്? ഇറ്റ്സ് ബ്രഹ്മപുത്ര. ഓക്കെ, ഇറ്റ്സ് ബ്രഹ്മപുത്ര. ടോട്ടൽ ലെങ്ത് ഓഫ് ബ്രഹ്മപുത്ര എത്രയാണ്? 2900 കിലോമീറ്റേഴ്സ്. ഇന്ത്യയിൽ 916 കിലോമീറ്റേഴ്സും. ടോട്ടൽ ലെങ്ത് ബ്രഹ്മപുത്രേണ്ടത് 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ അതിന്റെ ലെങ്ത് 916 കിലോമീറ്റേഴ്സ് ആണ്. എവിടെ വെച്ചാണ് ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ പറയും ചിമയോങ്ഡങ് ഗ്ലേഷ്യേഴ്സ് ഇൻ ദ ഹിമാലയാസ്. ഹിമാലയാസിലുള്ള ചിമയോങ്ഡങ് ഗ്ലേഷ്യേഴ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ബ്രഹ്മപുത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ദ ഡീപ്പസ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഏറ്റവും ആഴം കൂടിയ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ഏതാണ്? ഇറ്റ്സ് ബ്രഹ്മപുത്ര. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ് സീ ഓഫ് ഇന്ത്യ. ഹിമാലയത്തിൽ ഒറിജിനേറ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് മലഞ്ചെരിവിലൂടെയും വാലീസിലൂടെയും ഒക്കെ കടന്നിട്ടാണ് ഇന്ത്യയിലേക്ക് അത് പ്രവേശിപ്പിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലുള്ള ഗെല്ലിംഗ് വില്ലേജിൽ വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര റിവർ പ്രവേശിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദിഹാങ്. ദിഹാങ് ഇൻ അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ അതിനെ ദിഹാങ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ അത് അസാമിലേക്ക് എത്തും. അസാമിലാണ് അതിനെ ശരിക്കും ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്നത്. അസാമിൽ എത്തിക്കഴിയുമ്പോഴാണ് അത് ബ്രഹ്മപുത്രയാകുന്നത്. ശരിക്കും അരുണാചൽ പ്രദേശിന് അതിനെ നമ്മൾ ദിഹാങ് എന്നാണ് വിളിക്കുക. അസാമിൽ അത് ബ്രഹ്മപുത്ര. ദെൻ സൗത്തിലേക്ക് ഒഴുകി ബംഗ്ലാദേശിലേക്ക് എത്തും. ബംഗ്ലാദേശിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ജമുന എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, യമുന എന്ന് പറയുന്നത് ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. നമ്മൾ ബ്രഹ്മപുത്രന്റെ പേര് ജമുന ആണ്, ജെ ആണ്. ഓക്കെ, then ജമുന ആൻഡ് പത്മ ജോയിൻസ് ടു ഫോം മേഘ്ന റിവർ ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ വെച്ചിട്ട് നമ്മുടെ ജമുന എന്ന് പറയുന്ന ബ്രഹ്മപുത്രയും അതുപോലെ തന്നെ പത്മ എന്ന് പറയുന്ന ഗംഗയും കൂടി ചേർന്നിട്ട് മേഘന റിവർ ആയിട്ട് ഒഴുകും. ഓക്കെ, ബംഗ്ലാദേശിൽ വെച്ചിട്ട് മേഘന റിവർ ഫോം ചെയ്യും. So that's about the Brahmaputra river system. Then cities located in the banks of Brahmaputra: Guwahati, Tezpur, Dhubri and Dibrugarh. Okay, Guwahati, Tezpur, Dhubri, Dibrugarh. ഈ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാ ഗുവാഹത്തി ഇവിടെ ഉണ്ട്, ദെൻ തേസ്പൂർ ഇവിടെ ഉണ്ട്, ദിബ്രുഗർ ഇവിടെ ഉണ്ട്, പിന്നെ ഏതാണ് ദുബ്രി. ഇതൊക്കെ ഏത് നദിയുടെ തീരത്താണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ് ഇവരൊക്കെ. അപ്പൊ ഇവര് ബ്രഹ്മപുത്രയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. Then it enters Bangladesh from Dhubri. ധുബ്രിയിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ബംഗ്ലാദേശിലേക്ക് ബ്രഹ്മപുത്ര റിവർ പ്രവേശിക്കുന്നത്. Then Kasiranga നാഷണൽ പാർക്ക്, പോബിത്തോറ നാഷണൽ പാർക്ക്, സൈഖോവ നാഷണൽ പാർക്ക് ആൻഡ് ഒറാങ് നാഷണൽ പാർക്ക്. നമുക്കറിയാം കസിരംഗ നാഷണൽ പാർക്ക്, പോബിത്തോറ നാഷണൽ പാർക്ക് ഒക്കെ അസാമിലാണ്. ഓക്കെ, അപ്പൊ ഈ നാഷണൽ പാർക്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര റിവറിന്റെ തീരത്താണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ട്രിബ്യൂട്ടറീസ് ഓഫ് ബ്രഹ്മപുത്ര റിവർ. ഏതൊക്കെയാണ് ബ്രഹ്മപുത്രന്റെ ട്രിബ്യൂട്ടറീസ്? സുബൻസാരി, മാനസ്, ധൻസിരി, സങ്കോഷ്, സിയാങ്, കൊപ്പിലി റിവർ ആൻഡ് ലോഹിത് റിവർ. അപ്പൊ ഇത്രയുമാണ് ബ്രഹ്മപുത്രന്റെ ട്രിബ്യൂട്ടറീസ്. നമ്മൾ കുറെ പ്രാവശ്യം പഠിച്ച് അത് നമുക്ക് എപ്പോ ചോദിച്ചാലും പറയാൻ പറ്റുന്നുള്ള രീതിയിൽ ആക്കി വെക്കണം. ദെൻ വേൾഡ്സ് ലാർജസ്റ്റ് റിവർ ഐലൻഡ്. റിവർ ഐലൻഡ് ആണ്. ഓക്കെ, റിവർ ഐലൻഡ് മജൂലി റിവർ ഐലൻഡ്. ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര റിവറിലാണ് എന്തുള്ളത്? വേൾഡിലെ തന്നെ ലാർജസ്റ്റ് റിവർ ഐലൻഡ് ആയിട്ടുള്ള മജൂലി റിവർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. മജൂലി നമുക്കറിയാം, മജൂലി ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട്. എവിടെയാണ്? അസാമില്. ഓക്കെ, മജൂലി റിവർ ഐലൻഡ് എവിടെയാണ്? ബ്രഹ്മപുത്രയിലാണുള്ളത്. ഓക്കെ, ദെൻ രാഗനന്ദി ഡാം ആൻഡ് രഞ്ജിത് ഡാം. ഓക്കെ, രാഗനന്ദി ഡാമും രഞ്ജിത് ഡാമും സ്ഥിതി ചെയ്യുന്നതും ബ്രഹ്മപുത്രയിലാണ്. നാഷണൽ വാട്ടർവേ 2 സാദിയ ആൻഡ് ദുബ്രിനെ കണക്ട് ചെയ്യുന്ന നാഷണൽ വാട്ടർവേ 2ഉം ബ്രഹ്മപുത്ര റിവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പെരീനിയൽ റിവർ? ഇതിൽ ഏതൊക്കെയാണ് പെരീനിയൽ റിവേഴ്സ്? എന്താണ് പെരീനിയൽ റിവേഴ്സ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പെരീനിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വർഷത്തിലെ എല്ലാ സീസണിലും വേനൽക്കാലത്തടക്കം എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും.
വെള്ളം ഉണ്ടാവാൻ കാരണം എന്താണ്? അവര് ഗ്ലേഷ്യേഴ്സ് നിന്നാണ് വരുന്നത്. അപ്പൊ വേനൽക്കാലത്ത് മഞ്ഞുരുകിയിട്ടുള്ള വെള്ളവും അതൊക്കെ ഇവർക്ക് ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതാണ് പെരീനിയൽ റിവർ? ഓക്കെ, ഇറ്റ്സ് ഇൻഡസ് റിവർ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഡസ് റിവർ ആണ് എന്ത്? ഒരു പെരീനിയൽ റിവർ. ഇൻഡസ്, ബ്രഹ്മപുത്ര, ഗംഗ, യമുന ഇതൊക്കെ പെരീനിയൽ റിവേഴ്സ് ആണ്. ഓക്കെ, നൗ ഇൻഡസ് റിവർ ജോയിൻസ് അറേബ്യൻ സീ അറ്റ്. എവിടെ വെച്ചിട്ടാണ് ഇൻഡസ് റിവർ അറേബ്യൻ സീനെ ജോയിൻ ചെയ്യുന്നത്? ലാഹോറിൽ വെച്ചിട്ടാണോ? ആക്ച്വലി ലാഹോറിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചത്? ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡസ് റിവറിന്റെ തീരത്താണ്, പാകിസ്ഥാനിലെ ലാഹോർ പട്ടണം. പക്ഷെ കറാച്ചിയിൽ വെച്ചിട്ടാണ്, അല്ലെ, കറാച്ചിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കറാച്ചിയിൽ വെച്ചിട്ടാണ് ഇൻഡസ് റിവർ അറേബ്യൻ സീയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. വൂളാർ ലേക്ക് ഈസ് സിറ്റുവേറ്റഡ് ഓൺ വിച്ച് റിവർ? എവിടെയാണ് വൂളാർ ലേക്ക്? ഗംഗയിലാണോ? അല്ല. ബ്രഹ്മപുത്രയിലാണോ? അല്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ജലം റിവറിലാണ് എന്തുള്ളത്? വൂളാർ ലേക്ക് ഉള്ളത്, അല്ലെ? ജലം റിവറിലാണ് ആരുള്ളത്? വൂളാർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിണ്ടാർ ആൻഡ് അളകനന്ദ ജോയിൻസ് അറ്റ്. അപ്പൊ നമ്മൾ പഞ്ചപ്രയാഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഞ്ചപ്രയാഗ്. ഓക്കെ, നോക്കാം. നമുക്ക് വിഷ്ണുപ്രയാഗിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്യാ? അളകനന്ദയും ധൗളി ഗംഗയുമാണ് ജോയിൻ ചെയ്യുക, അല്ലെ? ധൗളി ഗംഗയും അളകനന്ദയും ആണ് എവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നത്? വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നത്. ദെൻ അടുത്തത് എന്താണ്? രുദ്രപ്രയാഗിൽ ആരാണ് ജോയിൻ ചെയ്യുന്നത്? രുദ്രപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദനോട് മന്ദാകിനി റിവർ ആണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, മന്ദാകിനി ആൻഡ് അളകനന്ദ ജോയിൻ ചെയ്യുന്നതാണ് രുദ്രപ്രയാഗ് ആൻഡ് കർണപ്രയാഗ്. ഓക്കെ, കർണപ്രയാഗിൽ വെച്ചിട്ടാണ് എന്ത്? പിണ്ടാർ ആൻഡ് അളകനന്ദ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, പിണ്ടാർ റിവറും അളകനന്ദ റിവറും ജോയിൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? കർണപ്രയാഗിൽ വെച്ചിട്ടാണ്. ദേവപ്രയാഗ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. ദേവപ്രയാഗിൽ വെച്ചിട്ട് ആരാണ് ജോയിൻ ചെയ്യുന്നത്? അളകനന്ദയും ഭാഗീരഥി റിവറും. ഓക്കെ, അളകനന്ദ ആൻഡ് ഭാഗീരഥി റിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ബംഗ്ലാദേശ് ബ്രഹ്മപുത്ര റിവർ ഈസ് നോൺ ആസ്. എന്താണ് ബംഗ്ലാദേശിൽ നമ്മളിപ്പോ പഠിച്ചു? ഇറ്റ്സ് നോൺ ആസ് ജമുന, അല്ലെ? ജമുന എന്ന് വിളിക്കുന്നത് ബംഗ്ലാദേശിലാണ്. നാരായണി ആരാണ്? നാരായണി ഖാണ്ടക് റിവറിനെയാണ് നമ്മൾ നേപ്പാളില്, ഓക്കെ, നമ്മൾ നേപ്പാളില് നാരായണി എന്ന് വിളിച്ചത്. ദിഹാങ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര തന്നെയാണ്, അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലാണ് ബ്രഹ്മപുത്രന്റെ ദിഹാങ് എന്ന് പറയുന്നത്. ജമുന എന്ന് പറയുന്നത് ബംഗ്ലാദേശിലും. ഓക്കെ, കെനൌജ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ? അപ്പൊ കെനൌജ് എവിടെയാണുള്ളത്? ഗംഗയിലാണ് കെനൌജ്. ഓക്കെ, ഗംഗാ നദിയുടെ തീരത്താണ് കെനൌജ് ഉള്ളത്. ഹരിദ്വാർ, അല്ലെ? ഹരിദ്വാർ, പ്രയാഗ്രാജ്, അങ്ങനെ ഒരുപാട് റിലീജിയസ് സെന്റേഴ്സും ഫേമസ് ആയിട്ടുള്ള സിറ്റീസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗംഗാ നദിയുടെ തീരത്താണ്. വിച്ച് റിവർ ഈസ് നോൺ ആസ് സോറോ ഓഫ് ബംഗാൾ? സോറോ ഓഫ് ബംഗാൾ ആരാണ്? കോസി ആണോ? കോസി എന്ന് പറയുന്നത് എന്താണ്? സോറോ ഓഫ് ബീഹാർ ആണ്. സോറോ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ദാമോദർ ആണ്. ദാമോദർ ഈസ് നോൺ ആസ് ദ സോറോ ഓഫ് ബംഗാൾ. Then, which river is also known as lifeline of Sikkim? Teesta river. Okay, Teesta river is known as the lifeline of Sikkim. Which river is known as the lifeline of Sikkim? It's Teesta river. Okay. Bhupan Hasarika bridge is located across which river? അപ്പൊ ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് എവിടെയാണ്? അത് നോർത്ത് ഈസ്റ്റിലാണുള്ളത്. ഓക്കെ, ലോഹിത് റിവറിന്റെ എന്താണ്? ലോഹിത് റിവർ നമ്മുടെ ബ്രഹ്മപുത്രന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ലോഹിത് റിവറിലാണ് എന്തുള്ളത്? ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് ഉള്ളത്. ഓക്കെ, വിച്ച് റിവർ ഈസ് നോൺ ആസ് കർണാളി ഇൻ നേപ്പാൾ? നേപ്പാളില് കർണാളി എന്ന് വിളിക്കുന്ന റിവർ ഏതാണ്? ആക്ച്വലി ഇറ്റ്സ് ഘാഗ്ര. ഓക്കെ, ഘാഗ്ര റിവറിനെയാണ് എന്ത് വിളിക്കുന്നത്? കർണാളി എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടുള്ളൂ. ബാക്കി ക്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, സോ താങ്ക് യു.